നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണാൻ ആഗ്രഹമുള്ള വേറെയും ചിലർ ഇവിടെ ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞ് അഞ്ജനിയുമായിട്ടുള്ള വിവാഹം മുടക്കണം. അതിന്റെ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് മാത്രമേ എനിക്ക് അങ്ങോട്ട് വരാൻ സാധിക്കൂ. നാട്ടിൽ വന്ന് എന്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാനുള്ള ധൈര്യമുണ്ടോ? എനിക്ക് നല്ല ധൈര്യമുണ്ട്. താൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ. ഉണ്ടാവില്ലേ? എപ്പോഴും. മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. താനാണ് എന്റെ ലൈഫ് പാർട്ണർ. ശ്രേയേ, ഹലോ ഹലോ ശ്രേയ. ആരാ ഫോണില്? അത് എന്റെ ഒരു ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? എന്റെ എല്ലാ ഫ്രണ്ട്സിനും അമ്മയ്ക്ക് അറിയാവോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേണ്ടാത്തതിനൊന്നും തല വെച്ച് കൊടുക്കരുത്. നിന്റെ അച്ഛനെ അറിയാലോ, കൊന്നുകളയാനും മടിക്കില്ല. ഇതെന്ത് കഷ്ടാ! അഭിമാനം നഷ്ടപ്പെട്ട സ്വയം വെടിവെച്ച് മരിക്കാൻ പോലും നിന്റെ അച്ഛൻ മടിക്കില്ല. അച്ഛനെ കൊണ്ട് അത് ചെയ്യിക്കരുത്. അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. ഇല്ലെങ്കിലേ നിനക്ക് കൊള്ളാം. ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന ഫയൽ എവിടെ? അത് അലമാരയിലുണ്ട്. ദേ, നിന്റെ അച്ഛന് എന്നെ പോലും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ ആ ഫയൽ നിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നത്. അപ്പൊ പിന്നെ നീ അദ്ദേഹത്തെ ചതിച്ച അച്ഛന്റെ പ്രതികരണം എന്തായിരിക്കും നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അതറിഞ്ഞു നിന്നാ നിനക്ക് നല്ലത്. നിങ്ങൾക്കൊരു വിസിറ്റർ ഉണ്ട്. അമ്മേ, അമ്മേ, മോളെ, മോനെ, കരയാതെ. ഇതിൽ നിങ്ങൾക്കാർക്കും ഒരു പങ്കുമില്ല. ഇതെന്റെ തീരുമാനം മാത്രമാണ്. അമ്മേ, അമ്മ ഈ ജയിലിനകത്ത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ. അതെ, ഈ ജയിലിൽ ഞാൻ മാത്രമല്ലല്ലോ, എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകളുണ്ട്. എന്നാലും അമ്മ ഒരു തെറ്റും ചെയ്യാതെ. മോളെ, തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ നിൽക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആ സമയത്തൊരു തീരുമാനമെടുക്കാൻ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിലോ നമുക്കെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള സന്ദർഭത്തിലെടുക്കുന്ന തീരുമാനം ഉറച്ചതായിരിക്കണം, ശക്തമായിരിക്കണം. എത്ര കഷ്ടപ്പാട് നേരിടേണ്ടി വന്നാലും അത് നടപ്പാക്കണം. എങ്കിലേ ആ വലിയ ലക്ഷ്യത്തിലേക്ക് നമുക്കെത്താൻ പറ്റൂ. ഇന്നലെ തന്നെ ഞങ്ങൾ വരണമെന്ന് കരുതിയതാ, പക്ഷെ വിസിറ്റിംഗ് ടൈം കഴിഞ്ഞതുകൊണ്ടാ വരാതിരുന്ന. അമ്മ പറഞ്ഞത് കേൾക്കാതെ ഞാൻ എടുത്തു ചാടിയതിന്റെ ഫലമാ അമ്മയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. എനിക്ക് അമ്മയുടെ കാല് തൊട്ടൊന്ന് മാപ്പ് പറയണമെന്നുണ്ട്, പക്ഷെ അതിന് കഴിയില്ലല്ലോ അമ്മ. ഏയ്, നീ എന്തിനാ വിഷമിക്കുന്നത്? നമ്മുടെ കുടുംബത്തിന് നേരെ വരുന്ന വിപത്തിനെയെല്ലാം നീ ധൈര്യത്തോടെ ഒറ്റയ്ക്കാണ് നേരിടുന്നത്. ശരിക്കും നീ ഇപ്പോഴേ IPS-കാരിയായി. സമാധാനിക്കും ദർശനെ.
അമ്മ പറഞ്ഞ നീ കേട്ടില്ലേ? നമ്മൾ ആരും തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആരൊക്കെയോ ചെയ്ത തെറ്റിന് നമ്മൾ ഈ കിടന്ന് അനുഭവിക്കുന്ന. ഒന്നുമില്ലെങ്കിലും നീ ഒരു പോലീസുകാരന്റെ മകളല്ലേ? ആ രക്തത്തിന്റെ ധൈര്യം നീ കാണിക്കണ്ടേ? എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്റെ വിശ്വട്ട മരിച്ചപ്പോ തന്നെ ഞാനും മരിച്ചതാ. പിന്നെ എന്റെ മകനും കുടുംബത്തിനും വേണ്ടിയാ ഞാൻ ജീവിച്ചത്. ഈ ത്യാഗം ചെയ്യേണ്ടതും എന്റെ കടമയാ. അതിനപ്പുറം മറ്റൊന്നുമില്ല. അമ്മയ്ക്ക് അധിക ദിവസം ഇവിടെ കിടക്കേണ്ടി വരില്ല. എന്ത് ചെയ്തിട്ടായാലും അമ്മയെ ഞാൻ പുറത്തു കൊണ്ടുവരും. മോള് സൂക്ഷിക്കണം. ആ CI സാമുവൽ ഉഗ്രവിഷമുള്ള ഒരു മൂർഖൻ പാമ്പാ. ഈ കേസിൽ നിന്നെ കൊടുക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോ അതിത്രയ്ക്കും തിരിച്ചടിയാകുമെന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അയാൾ മാത്രമല്ല, ചില പോലീസുകാരും സസ്പെൻഷനിലായി. അതിന്റെ ചില മുറുമുറുപ്പുകൾ പോലീസുകാർക്കിടയിലുണ്ട്. ജയിലിൽ തടവുകാർക്കിടയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് കുറച്ചൊന്ന് കരുതി വേണം മോൾ മുന്നോട്ട് പോകാൻ. മോനെ, എന്താ അമ്മേ? എപ്പോഴും ദർശനയുടെ കൂടെ തന്നെ വേണം. ഇവളെ വിട്ട് ഞാൻ പിന്നെ എവിടെ പോവാനാമേ? കല്യാണം കഴിഞ്ഞൊരു വീട്ടിലേക്ക് പോകുമ്പോ എല്ലാ പെൺകുട്ടികളും നല്ല അമ്മായിയമ്മമാരെ കിട്ടാനാ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയത് എന്റെ സ്വന്തം അമ്മയെ തന്നെയാ. മരുമകളെ സ്വന്തം മക്കളെ പോലെ കരുതുന്ന അമ്മമാരുണ്ട്. മരുമകൾക്ക് എന്തും കൊടുത്തും ജീവനെ പോലെ സ്നേഹിക്കുന്നവരുമുണ്ട്. പക്ഷെ മരുമകൾക്ക് വേണ്ടി ഇതുപോലെ ജയിലിൽ കിടക്കുന്ന ഒരു അമ്മ എനിക്ക് മാത്രമേ ഉള്ളൂ. ഇതിന് ഞാൻ അമ്മയ്ക്ക് എന്ത് പകരം തരും? എത്രയും പെട്ടെന്ന് താൻ IPS കാരിയായി അമ്മയുടെ മുമ്പിൽ വന്ന് നിന്നാ മതി. അതുതന്നെയാ അമ്മ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മോൻ പറഞ്ഞതാ ശരി. ഒരിടത്തും തോറ്റുപോകരുത്. നിനക്ക് IPS കിട്ടിയിരിക്കണം. അമ്മയുടെ പ്രാർത്ഥന കൂടെ ഉള്ളപ്പോ എനിക്കതിന് സാധിക്കും. അമ്മയ്ക്ക് ഞാൻ വാക്ക് തരുന്നു, ഞാനത് നേടിയെടുത്തിരിക്കും. എന്നിട്ട് ഇതിനൊക്കെ പിന്നിൽ ആരൊക്കെ ആയാലും അവരെ ഞാൻ കണ്ടുപിടിക്കും. എത്രയും വേഗം അമ്മയെ ഞങ്ങൾ ജാമ്യത്തിലിറക്കും. അമ്മ എന്തെങ്കിലും കഴിച്ചോ? പിന്നെ ജയിലിൽ ഭക്ഷണം ഇല്ലാതിരിക്കുമോ? ഇതിനകത്ത് താമസിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന ഭക്ഷണം എനിക്കും കിട്ടും. മോനെ, എന്തിനാ കരയുന്നേ? മോനൊരു ആൺകുട്ടിയല്ലേ? ഇത്രയും നേരം രൂപേഷേട്ടൻ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോ ആ സങ്കടം ഒന്നണ പൊട്ടി ഒഴുകിപ്പോയി. കുറച്ച് കരയട്ടെ. ഉള്ളിലുള്ളതെല്ലാം ഇപ്പൊ കരഞ്ഞു തീർത്തേക്കാം. അമ്മ